നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് എരിഞ്ഞപ്പറമ്പിൽ കൂറ്റൻ ജലസംഭരണി തകർന്ന അപകടം. ജലസംഭരണിയുടെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നതോടുകൂടിയാണ് വെള്ളം കുതിച്ചെത്തിയത്. പിന്നാലെയാണ് അപകടമുണ്ടായത്. കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണിയുടെ ഒരു വശത്തെ കോൺക്രീറ്റ് ഭിത്തിയാണ് തകർന്നത്. ജലസംഭരണിയിലെ വെള്ളം 2 വീടുകളിലേക്ക് കുതിച്ചെത്തി. 2 വീടുകളുടെ മുറ്റത്തേക്കാണ് വെള്ളം ഒഴുകിയെത്തിയത്. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങൾക്കടക്കം കേടുപാടുകൾ സംഭവിച്ചു. വീടുകളുടെ മുറ്റത്തേക്ക് അടക്കം വെള്ളം കയറി. വീട്ടുമുറ്റത്തെ മൺതിട്ടയടക്കം തകർന്നാണ് വെള്ളം ഇരച്ചെത്തിയത് എന്ന് വീട്ടുകാർ പറയുന്നു. 30 വർഷം മുൻപ് നിർമ്മിച്ച ജലസംഭരണിയാണ് ഭാഗികമായി തകർന്നത്. 50,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള കുടിവെള്ള ടാങ്ക് തകർന്നതോടുകൂടി ആശങ്കയിലാണ് പ്രദേശവാസികൾ. ചതുരാകൃതിയിൽ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ടാങ്കിന്റെ ഒരു വശത്തെ കോൺക്രീറ്റ് പാളി പൂർണ്ണമായും തകർന്നു വീണ നിലയിലാണ്. പ്രദേശത്തെ 120 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു ജലസംഭരണി കൂടിയാണ് ഇത്. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന മേഖലയാണ് ഇതെന്നും അടിയന്തരമായ അധികൃതർ പ്രശ്നം പരിഹരിക്കണമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. പുലർച്ചെ 12:55 കൂടിയാണ് സംഭവമെന്ന്. നേരിയ മഴ പെയ്യുന്നുണ്ടായിരുന്നുവെന്നും വലിയ ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് വെള്ളം കുതിച്ചൊഴുകുന്നത് കണ്ടതെന്നും വീട്ടുകാർ പറയുന്നു. സത്യത്തിൽ ഒരു ദുസ്വപ്നം പോലെയാണ് വീട്ടുകാർക്ക് തോന്നിയത്. കാരണം ഉറക്കത്തിനിടയിൽ വലിയൊരു ശബ്ദം കേട്ടു. അത് എന്തോ ഉൽക്ക പൊട്ടുന്നതോ അല്ലെങ്കിൽ ഉരുള് പൊട്ടുന്നതോ പോലെയൊക്കെയാണ് തോന്നിയത്. എന്നാൽ പ്രദേശത്തൊന്നും തന്നെ ഉരുള് ഇല്ലതാനും. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അന്തം വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അത് സുനാമി പോലെ വീട്ടിൽ നിറയെ വെള്ളം കയറുന്നത്. ഇത് പുലർച്ചെയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് ഇങ്ങനെ മറിഞ്ഞു വീഴുന്നെങ്കിൽ വലിയ രീതിയിലുള്ള അപകടം സംഭവിച്ചേനെ, ജീവന് പോലും ആപത്ത് ഉണ്ടാകുമായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്തായാലും ഞെട്ടലോടുകൂടിയാണ് ഈ പ്രദേശവാസികൾ ഒന്നടങ്കമുള്ളവർ ഇതിനെ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും അവരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. രാത്രി 12:55 നേരിയ മഴ ഉണ്ടായിരുന്നു. ഞാൻ മുകളിലെ റൂമിലായിരുന്നു കിടന്നിരുന്നത്. അങ്ങനെ ഒച്ച കേട്ട് ജനൽ തുറന്നു നോക്കിയപ്പോൾ, ജനലടക്കാൻ വേണ്ടി നോക്കുമ്പോൾ മഴ ഉള്ളിക്കാവുണ്ടല്ലോ, ജനലടക്കാൻ വേണ്ടി നോക്കിയപ്പോൾ വെള്ളം ചാടുന്നത് കണ്ട്. അങ്ങനെ വെള്ളം ഫുള്ള് നമ്മളെ മുറ്റത്തേക്ക് ഒലിച്ചു വന്ന് കണ്ട്. ഈ തിണ്ട് വരെ പൊട്ടിപ്പോയി. ഇത് ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാത്ത സ്ഥലമാണ്. തീരെ വെള്ളമില്ല ഇവിടെ. മൊത്തത്തിൽ നിറച്ച് വെച്ചായിരുന്നു വെള്ളത്തിന് വേണ്ടിയിട്ട്. ഇന്ന് രാവിലെ 7 മണിയാകുമ്പോൾ തുറക്കാൻ വേണ്ടിയിട്ട് നിറച്ച് വെച്ചായിരുന്നു വെള്ളം. വെള്ളമില്ലാത്ത ഏരിയയാണ്. 120 കുടുംബമുണ്ട് ഈ വെള്ളം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ.